അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ഉമ്മി ആൻഡ് മീ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്, എല്ലും കപ്പയും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫിൻ്റെ എല്ല് ഭാഗമാണ്. അത് മെയിനായിട്ട് കാലിൻ്റെ ഭാഗവും വാലിൻ്റെ ഭാഗമാണ്. വേറെ ഫ്ലഷ് പീസസ് ഒന്നുമില്ല. ഇതിൻ്റെ വലിയ പീസൊന്നും കണ്ട് പേടിക്കേണ്ട. അത് കുക്കായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് കഴിക്കാൻ പറ്റും. ഞാൻ ഇവിടെ 1 കിലോഗ്രാം എല്ല് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു കുക്കറിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയത് 2 ടേബിൾ സ്പൂൺ, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില. ഇതിലേക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ എല്ല് പീസൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ 5-6 വിസിൽ വന്നേരം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പീസസൊക്കെ 90% കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കപ്പയാണ്. അതിനുവേണ്ടി നമുക്കിതൊരു വലിയൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. കപ്പയും റെഡി ആയിട്ടുണ്ട്. എന്താ പറയാന്ന് അറിയില്ല, ഒരു ഹെവൻലി ഫീലിംഗ് ആണ് ഇത് കഴിക്കുമ്പോൾ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വൺസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് ഒരു വൈറൽ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.